ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകും നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എക്സ്പെഷ്യലി നമ്മുടെ ഫസ്റ്റ് കാർഡ്, എൻ്റെ ആദ്യത്തെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് എന്ന് പറയുന്നത് സ്മാർട്ട് ഏൺ കാർഡാണ്. നമ്മുടെ ബേസിക് ആയിട്ട് ഇവിടെ കാറ്റഗറിയിൽ വരുന്ന കാർഡാണ്. 495 പ്ലസ് GST ആനുവൽ ഫീസും ജോയിൻ ചാർജും വരുന്ന ഒരു കാർഡാണ് നമ്മുടെ സ്മാർട്ട് ഏൺ കാർഡ്. ഇത് ആക്ച്വലി ഇന്ത്യയിൽ മാത്രം വരുന്ന ഒരു കാർഡാണ് കേട്ടോ, അമേരിക്കൻ എക്സ്പ്രസ് കാർഡിനെ. അത് കാണിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫ്രണ്ടിലാണ്. ഇതാണ് സാധനം. പക്ഷെ കാർഡ് കാണാനും കാർഡിന്റെ ലുക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കിടിലൻ ലുക്ക്, ഇവരുടെ ലൈനപ്പിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ലുക്കിംഗ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സ്മാർട്ട് ഏൺ കാർഡിനെ. ഈ കാർഡ് ഇതിന്റെ എന്താ പറയുക, ചാർജ് കുറവായത് കൊണ്ട് തന്നെ കുറെ പേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർഡ് എന്ന് പറയുന്നത് തന്നെയാണ് എടുക്കാൻ. പക്ഷേ ഈ കാർഡിന് ഞാൻ ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ട്, ഈ കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ലിമിറ്റ് കിട്ടുന്നതും കുറവായിരിക്കും, അതുപോലെ തന്നെ ഇതിന്റെ അപ്രൂവൽ ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. അതാണ് ഈ കാർഡിന്റെ ഒരു മെയിൻ പ്രോബ്ലം. ഇത് കിട്ടാൻ, അതായത് നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ട് വരാൻ ഭയങ്കര പാടാണ്. കിട്ടിയത് തന്നെ ലിമിറ്റ് ഭയങ്കര കുറവായിരിക്കും. ഒരു മാക്സിമം ഒരു മെജോറിറ്റി ആൾക്കാർക്കും 1,00,000 താഴെ ആയിരിക്കും നമുക്ക് ലിമിറ്റ് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഈ കാർഡിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഈ കാർഡ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഞാൻ എടുത്തത് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡാണ്. ഇതിൻ്റെ കാർഡ് കാണാൻ നല്ല കൂതറ കാർഡാണെങ്കിലും ലുക്ക്, പക്ഷേ കാർഡ് സൂപ്പർ കിടിലൻ കാർഡ് തന്നെയാണ്. പിന്നെ ഇവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ഞാൻ ഓൾറെഡി മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് റിവാർഡ് പോയിന്റ് സിസ്റ്റം ഇൻ ദ ക്രെഡിറ്റ് കാർഡ് സെഗ്മെന്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ റിവാർഡ് പോയിന്റ് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വൗച്ചേഴ്സ് വാങ്ങിക്കാം, നമുക്ക് വേണമെങ്കിൽ ക്യാഷ് അടയ്ക്കാം, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാം, എന്താ പറയുക. പിന്നെ ഇതിലുള്ള EMI ഉണ്ടെങ്കിൽ EMI അടയ്ക്കാം, എന്തെങ്കിലും സാധനം പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് അടയ്ക്കാം, വേറെ എന്തെങ്കിലും ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അങ്ങനെ ഇഷ്ടം ബില്ല് ഡയറക്റ്റ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സാധനമുണ്ട്. അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ സാധനമുണ്ട്. ഈസിയാണ്, ആപ്പ് ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ വൺ ഓഫ് ദി അടുത്ത മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. അതൊരു രക്ഷയില്ലാത്ത കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. ഈ ഒറ്റ ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ഇപ്പോൾ ICICI ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, പിന്നെ കൂതറയാണല്ലോ, ആക്സസ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഇതിന്റെ അടുത്തിക്കൂടെ പോയില്ല. 50% അടുത്തിക്കൂടെ പോലും കസ്റ്റമർ കെയർ സപ്പോർട്ട് ആമസോണിന്റെ അടുത്തിക്കൂടെ പോയില്ല. അത്രയും കിടിലും കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. നമുക്ക് ചാറ്റ് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ആമസോണിലൊക്കെ ഉണ്ടല്ലോ 24/7 നമുക്ക് ചാറ്റ് സപ്പോർട്ട് ഉണ്ട്. ചാറ്റിൽ കൂടെ തന്നെ അവർ എല്ലാ സൊല്യൂഷനും ചെയ്തു തരും. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ പോയി, അത് നമുക്ക് മൊബൈൽ നമ്പർ അടക്കം വേണമെങ്കിൽ നമുക്ക് ചാറ്റിൽ കൂടെ ചേഞ്ച് ചെയ്ത് തരും. അങ്ങനത്തെ കിടിലൻ കസ്റ്റമർ കെയർ സപ്പോർട്ട് തന്നെ പറയാം. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഫ്രോഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് ഇതുപോലെ കസ്റ്റമർ കെയർ സപ്പോർട്ടിനെ വിളിച്ചിട്ട് നമുക്ക് അത്രയ്ക്ക് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇന്റർനാഷണലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെ ഈ സാധനം പറയേണ്ടി വരും. പിന്നെ അമെക്സിന്റെ കാര്യം പറയണമെങ്കിൽ നമുക്ക് ഒരാൾക്ക് 2 ക്രെഡിറ്റ് കാർഡും ഒരു ചാർജ് കാർഡാണ് കിട്ടുക. അപ്പോൾ അമെക്സിന് ഇന്ത്യയിൽ കുറച്ച് ക്രെഡിറ്റ് കാർഡുകളുണ്ട്, 2 ചാർജ് കാർഡുകളുണ്ട്. ഗോൾഡ് കാർഡും ഉണ്ട്, പ്ലാറ്റിനം കാർഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ലിങ്ക് നമ്മുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് ചാർജ് കാർഡിന്റെ ലിങ്കാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, സെറ്റ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ചാർജ് കാർഡാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലിങ്ക് കൂടെ അപ്ലൈ ചെയ്യുക. നമ്മുടെ റെഫറൽ ലിങ്കാണ്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഗോൾഡ് ചാർജ് കാർഡ്. ഇത് ചാർജ് കാർഡാണ്, ക്രെഡിറ്റ് കാർഡ് അല്ല. ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് EMI ഇല്ല, ഇതിൽ EMI ഇല്ല. പക്ഷേ നമുക്ക് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമുക്ക് റിവാർഡ് പോയിന്റ്സ് ഉണ്ട്, റിവാർഡ് കിട്ടും, നമുക്ക് കൺവേർട്ട് ചെയ്യാം, അങ്ങനെ എല്ലാ സംഭവം ഉണ്ട്. ഇതിന് പിന്നെ പ്രത്യേകിച്ചായിട്ടൊരു സ്പെസിഫിക് ലിമിറ്റ് ഇല്ല. നമുക്ക് നല്ല ലിമിറ്റ് കിട്ടും. എനിക്ക് ആക്ച്വലി കാർഡിൽ 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും ലിമിറ്റ് എന്നല്ല ഇവർ പറയാം, ഇതിന് സ്പെൻഡിങ് പവർ എന്നാ പറയാ ഈ ചാർജ് കാർഡിൽ. അപ്പോൾ അത്രയും നമുക്ക് എമർജൻസി പർപ്പസിനൊക്കെ സാധനം ഉപയോഗിക്കാം. ബാക്കി ഫീച്ചേഴ്സൊക്കെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണ്, ഒരു മാസം കഴിഞ്ഞ് അടച്ചാൽ മതി, അതൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ EMI ഇല്ല, അതാണ് മെയിൻ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത്. പക്ഷേ ലിമിറ്റിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നല്ല ലിമിറ്റ് കൂടുതൽ കിട്ടും നോർമൽ കാർഡ്. ഇപ്പം എൻ്റെ ഈ അമെക്സിന്റെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡിനൊന്നും എനിക്ക് ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷമാണ് ലിമിറ്റ് വരുന്നത്. അതിന്റെ ഓൾമോസ്റ്റ് ഡബിളാണ് നമുക്ക് ചാർജ് കാർഡിൽ കിട്ടിയത്. അപ്പോൾ അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ റെഫറൽ ലിങ്ക് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് അതിന്റെ ലിങ്ക് കൊടുക്കും, നമുക്ക് എക്സ്ട്രാ 2000 റിവാർഡ് പോയിന്റ് കിട്ടും ചെയ്യും. അതല്ലാണ്ട് നിങ്ങൾക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി നമ്മുടെ സെറ്റാപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഏതെങ്കിലും മാറ്റി എടുക്കാം. ആദ്യത്തെ ലിങ്ക് നമ്മുടെ ചാർജ് കാർഡിൻ്റെ ആയിരിക്കും, രണ്ടാമത്തെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് ഇതായാലും ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ആമസോണിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓൺലൈനിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ലിമിറ്റ് അല്ല, നമുക്ക് റിവാർഡ് പോയിന്റ് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഈ കാർഡായിക്കോട്ടെ ആ കാർഡായിക്കോട്ടെ. സ്മാർട്ട് ഏൺ കാർഡാണ് ഞാൻ അധികം ഉപയോഗിക്കാതെ കുറവ്. എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ബാക്കിയുള്ള കാർഡ് കമ്പയർ ചെയ്യുമ്പോൾ ലിമിറ്റ് കുറവാണ്.
അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാം ഈ കാർഡിന് പ്രോബ്ലം എന്താ വെച്ചാൽ മിക്ക ലോക്കൽ സ്റ്റോറിലൊന്നും ഈ സാധനം അക്സെപ്റ്റ് ചെയ്യില്ല. എന്ന് വെച്ചാൽ അമെക്സ് ആണ്. അമെക്സിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ സപ്പോർട്ട് ചെയ്യുന്ന POS മെഷീൻസ് ഒന്നും മിക്ക സ്ഥലത്തും ഇല്ല. നല്ല ഹൈ ഇപ്പോൾ ആപ്പിളിന്റെ സ്റ്റോർ അങ്ങനത്തെ ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. അതല്ലാതെ ഇപ്പോൾ ലോക്കൽ സ്റ്റോറിലൊന്നും ഈ സാധനം അക്സെപ്റ്റ് ഇല്ല. അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് അമെക്സിന്. അതല്ലാണ്ട് നിങ്ങൾക്ക് പിന്നെ അറിയാം അമെക്സ് എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ണു തള്ളണ ടീംസ് ഒക്കെ ഉണ്ട്. ടീംസ് അല്ല, ആക്ച്വലി മിക്ക ആൾക്കാരുടെയും കണ്ണു തള്ളുക അമെക്സ് എടുത്ത് കാർഡ് നമ്മൾ പേയ്മെന്റ് അമെക്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കുറെ പണ്ട് കാലത്ത് ആപ്പിൾ എടുത്ത് കാണിച്ച പോലെ ഉണ്ട്. ഇപ്പോൾ ആപ്പിൾ എന്താ പറയുക, അത്രയും കൂതറ വാല്യൂ, ഒരു വാല്യൂ ഇല്ല, റീസെൽ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ആപ്പിളിൽ കാണിക്കുമ്പോൾ ആപ്പിളിന്റെ ഫോൺ എടുത്ത് കാണിക്കുമ്പോൾ ഇത് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഈ കാർഡിൻ്റെ ഒരു സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കിട്ടാനും കുറച്ച് പാടുണ്ട്, അത് വേറെ കാര്യം. ആപ്പിളിൻ്റെ പോലെയൊന്നുമല്ല. ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മിനിമം നിങ്ങളൊരു 3-4 കാർഡ് ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻകം സംഭവം അത്യാവശ്യം ക്രെഡിറ്റ് സ്കോറും ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ പോകണ്ട, കിട്ടില്ല. അത് എത്ര ഇൻകം ഉണ്ടായാലും കിട്ടില്ല. അങ്ങനെ കുഴപ്പമുണ്ട് സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് യൂസർ തന്നെ വേണമെങ്കിൽ പറയാം അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന്. ഇങ്ങനത്തെ ഡൗൺ സൈഡ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഈ POS മെഷീൻസ് ഒന്നും അക്സെപ്റ്റഡ് അല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിലൊന്നും. അങ്ങനത്തെ ഒരു ഡൗൺ സൈഡ് മാത്രമേ ഉള്ളൂ, മെയിനായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആക്ച്വലി വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്, എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് കാർഡ് എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് കസ്റ്റമർ കെയർ സപ്പോർട്ടഡ്. ഏത് സാധനമായാലും നമുക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഇല്ലെങ്കിൽ അതിപ്പോൾ ടാറ്റയുടെ കാറ് പോലെയാണ്. സാധനമൊക്കെ കിട്ടില്ല, പക്ഷേ സർവീസ് ശോകത്തിൻ്റെ ശോകമാണ്. അപ്പോൾ അതേപോലെയാണ് ഏത് പ്രൊഡക്ട്സ് ആയാലും, അത് ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ബാങ്കിങ് ഏതായാലും നമുക്ക് സർവീസ് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിനും കസ്റ്റമർ കെയർ സപ്പോർട്ട് സാധനം ഉള്ളത്. പക്ഷെ അതില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ BOBയുടെ കാര്യമൊക്കെ അറിയായിരിക്കും. BOB കസ്റ്റമർ കെയറൊക്കെ ഭയങ്കര ശോകമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോണ്ടല്ലോ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ശരിക്കും BOB കാർഡിന് നമുക്ക് വേണമെങ്കിൽ 100-ൽ ഒരു 10 പോയിന്റ് കൊടുക്കാന്ന് വെച്ചാൽ ഇതിന് വേണമെങ്കിൽ ഒരു 200 പോയിന്റ് കൊടുക്കാം. അങ്ങനത്തെ കസ്റ്റമർ കെയർ സപ്പോർട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ടിന്. ചാറ്റ് സപ്പോർട്ടൊക്കെ ഉണ്ട്, അതാണ് 24/7 ചാറ്റ് സപ്പോർട്ട്, അതാണ് വേറൊരു സാധനം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും Instagram പേജും ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ലിങ്ക് നൽകാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ജെൻബിലോട് ബാങ്ക് സപ്പോർട്ട് സന്ദർശിക്കാൻ നിങ്ങൾക്ക് അതിൽ കൂടെ ഈസിയായിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് അക്കൗണ്ട്സും ഒക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ 3ാമത്തെ ചാനൽ കാണാതെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് അവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളതിൽ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ ന്യൂസുകളും ഗാഡ്ജറ്റ് കമ്പാരിസണും സംഭവിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരിക്കും. അപ്പോൾ അടുത്ത് കാണാം.